സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് എല്ലാവരും ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ല സന്തോഷപൂർണ്ണമാവുന്നതിന് വേണ്ടിയിട്ടും എല്ലാവരും നല്ലൊരു ജോലി, അതായത് ജോലിയിലൂടെ നമുക്ക് സമൂഹത്തിലുള്ള ഒരു വലിയ മാറ്റം തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ നമ്മളോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ തന്നെ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളൊക്കെ എഴുതുന്ന PSC പരീക്ഷകളും അതുപോലെ തന്നെ ധാരാളം ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ധാരാളമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഒരു നല്ല ജോലി ലഭിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലൊരു സർക്കാർ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം നല്ല മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോലി ലഭിക്കുക. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ഉള്ള ജോലിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വഴിപാട് കഴിപ്പിക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷം വിളക്ക് എടുത്തു വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ? വിളക്ക് എല്ലാവരും കത്തിച്ചു വെച്ചതിന് ശേഷം സന്ധ്യ നാമമൊക്കെ ജപിച്ചതിന് ശേഷം നമ്മൾ വിളക്ക് എടുത്തു വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ? ആ സ്ഥലത്ത് നമ്മൾ ദിവസവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു തുണ്ട് പേപ്പർ എടുക്കുക, ഒരു കഷ്ണം പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നമ്മൾ ഏത് ജോലിയാണോ നമുക്ക് കിട്ടാൻ ആഗ്രഹം, അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് PSCയിൽ LD ക്ലർക്കായിട്ട് ജോലി കിട്ടാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്കിൽ ഒരു സെക്രട്ടറി ആയിട്ടാണ് ജോലി ലഭിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റു പലരെ സംബന്ധിച്ചിടത്തോളം ഒരു നേഴ്സായിട്ടാണ്, സ്റ്റാഫ് നേഴ്സായിട്ടാണ് ജോലി ലഭിക്കേണ്ടത്. അങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്. ഓരോരുത്തർക്കും അവരവരുടെ ആഗ്രഹം എന്താണോ ആ രീതിക്ക് തന്നെ തങ്ങളുടെ ആഗ്രഹം ആ തുണ്ടു പേപ്പറിലോട്ട് എഴുതുക. അതിനു മുമ്പായിട്ട് ആദ്യം തുണ്ടു പേപ്പർ എടുത്തതിന് ശേഷം മുകളിലായിട്ട് ഓം നമോ നാരായണായ നമ എന്ന് നമ്മൾ എഴുതിയതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഏത് ജോലിയാണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആ ജോലി കിട്ടി എന്ന് നമ്മൾ ആ പോസിറ്റീവായിട്ട് രീതിയിൽ നമ്മൾ എഴുതുക. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു ക്ലർക്കിന്റെ ജോലിയാണ് നിങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ കിട്ടാൻ ആഗ്രഹിക്കുന്ന ജോലി അപ്പോൾ ആ തുണ്ടു പേപ്പറിൽ നമ്മൾ എഴുതേണ്ടത് എനിക്ക് ക്ലർക്ക് ജോലി കിട്ടി എന്ന് നിങ്ങൾ ആ തുണ്ടു പേപ്പറിൽ എഴുതുക. മുകൾ വശത്തായിട്ട് ഓം നമോ നാരായണായ നമ എന്ന് എഴുതി അതിന് താഴെ വശത്തായിട്ട് ഏറ്റവും അടിയിലായിട്ട് ആ പേപ്പറിന് താഴെയായിട്ട് എന്താണ് എഴുതേണ്ടത്? എനിക്ക് ക്ലർക്ക് ജോലി കിട്ടി. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ആഗ്രഹം അനുസരിച്ച് ഇഷ്ട ജോലി മാറ്റി എഴുതാവുന്നതാണ്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ അണച്ചു വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ? നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ? പ്രസ്തുത സ്ഥലത്ത് നമ്മൾ ഈ എഴുതി വെച്ച കാര്യം നമ്മൾ ആ വെക്കുന്ന ആ തറയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി വെക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പല ആൾക്കാരും പല വ്യക്തികളും പല ഉദ്യോഗാർത്ഥികളും പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നേടാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ധാരാളം വഴിപാടുകളും ഒക്കെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാനോട് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ച് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കുളിച്ച് ശുദ്ധിയായി ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയധികം നല്ലതാണ്. അല്ലാതെ വെറുതെ ഒരു സമയത്ത് ഇരുന്ന് അല്ല ചെയ്യേണ്ടത്. നമ്മൾ നന്നായിട്ട് കുളിച്ച് ശുദ്ധിയായി പുതുവസ്ത്രമൊക്കെ ധരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ മുകളിൽ വശത്തായിട്ട് ഓം നമോ നാരായണായ നമ എന്ന് എഴുതുക. താഴെ വശത്തായിട്ട് നമുക്ക് ഏത് ജോലിയാണ് നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, പ്രസ്തുത ജോലി എനിക്ക് ക്ലർക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ എനിക്ക് സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടി, അല്ലെങ്കിൽ എനിക്ക് KS പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് 1ാം റാങ്ക് വേണം, എനിക്ക് 1ാം റാങ്ക് കിട്ടി, അല്ലെങ്കിൽ എന്താ ആഗ്രഹമാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം
ആ പേപ്പറിൻ്റെ അടിയിലേക്ക് എഴുതുക. അതിനുശേഷം പേപ്പർ നന്നായിട്ട് മടക്കി നമ്മൾ വിളക്ക് അണച്ചതിന് ശേഷം കൊണ്ടുവയ്ക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച കാര്യം, ജോലിയെ സംബന്ധിച്ചുള്ള എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ, ഈ ഒരു കാര്യം ചെയ്താൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ, നല്ലൊരു സന്തോഷപൂർവമായ ജീവിതം ജപിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.